ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമുക്ക് വീട്ടിലേക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ടിപ്സുകളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇത് കിച്ചണിലേക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കുക്കിംഗ് ഗ്യാസ്. അപ്പോൾ ഗ്യാസ് ചിലർക്കൊക്കെ 1 മാസം അല്ലെങ്കിൽ 1.5 മാസമൊക്കെ ആയിരിക്കും കിട്ടാറുള്ളത്. അതല്ലാതെ നമുക്ക് അതിൽ കൂടുതൽ എങ്ങനെയാണ് ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഗ്യാസ് തീരാനായിട്ട് മെയിനായിട്ടുള്ള പ്രശ്നം നമ്മുടെ ബർണർ തന്നെയാണ്. കേടായിട്ടുള്ള ബർണറോ അല്ലെന്നുണ്ടെങ്കിൽ ക്ലീൻ ആക്കാത്ത ബർണറോ ഒക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഗ്യാസ് കൂടുതലായിട്ടും ഉപയോഗിക്കേണ്ടി വരുന്നത്. ബർണർ എന്തായാലും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ക്ലീൻ ചെയ്തിരിക്കണം. ഇതിലെന്തായാലും പൊടികളൊക്കെ കയറി ആ ഒരു ഹോളൊക്കെ അടഞ്ഞിരിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഇപ്പോഴത്തെ നമ്മൾ കയ്യിലേക്ക് എടുക്കുമ്പോഴേക്കും തന്നെ എത്രത്തോളം അഴുക്കാണ് അതിൽ നിന്ന് വരുന്നതെന്ന് കാണാനായിട്ട് എന്തായാലും പറ്റും. നല്ല പൊടിയും അതുപോലെ തന്നെ ആ ഹോൾസൊക്കെ അടഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആ ഒരു ബർണറൊക്കെ ഇതുപോലെ നമ്മൾ കുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഊരി മാറ്റിയതിന് ശേഷം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ എന്താ ഒരു സൊല്യൂഷൻ ആദ്യം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അതിനായിട്ട് ഞാൻ എന്താ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ഡിഷ് വാഷറാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഏതാണോ ലിക്വിഡ് അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഏതാണെങ്കിലും കുഴപ്പമില്ല. അതാ ഇത്രയും അളവിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒരു ബർണറാണ് കേട്ടോ ക്ലീൻ ആക്കി കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും അളവിൽ ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സോഡാപ്പൊടി ഉണ്ടല്ലോ അത് തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ്. നമുക്ക് ആ ഒരു ബർണർ മുങ്ങിക്കിടക്കാനും പാകത്തിന് എത്രത്തോളം വേണോ അത്രത്തോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഞാൻ എന്താ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ആ ഒരു അളവിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വിനാഗിരിയും അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡയും തമ്മിലുള്ള ആ ഒരു കെമിക്കൽ റിയാക്ഷനാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കാണുന്നത്. നന്നായിട്ട് തന്നെ ഒന്ന് പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആ ബർണർ ഒന്ന് ഇട്ട് കൊടുക്കാം. ഏകദേശം 1.5 മണിക്കൂറോളം ഞാനതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു ഓവർനൈറ്റ് ആണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇതിൽ അഴുക്കൊക്കെ പോയി കിട്ടും. നമുക്ക് എത്രത്തോളം ടൈം ഉണ്ടോ ആ രീതിയിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഒരു 1.5 മണിക്കൂറാണ് ഇതൊന്ന് മുക്കി വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു 1.5 മണിക്കൂറിന് ശേഷം ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു സൊല്യൂഷൻ്റെ കളർ ചേഞ്ചിൽ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം അഴുക്കതിൽ നിന്നും പോയിട്ടുണ്ടെന്ന്. നമുക്കിനി ഇതൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉരച്ച് കഴുകണം. ബ്രഷ് തന്നെ വേണമെന്നില്ല, നമുക്ക് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടാണെങ്കിലും നല്ലതുപോലെ തന്നെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കാം. അപ്പോൾ 2 സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് അകവും പുറവും ഒക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ തന്നെ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് കുറച്ചധികം നേരം ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിനുള്ളിൽ ആ ഒരു ചെറിയ ഹോൾസിലൊക്കെ പൊടിയൊക്കെ കയറിയിരിക്കുന്ന ണ്ടെങ്കിലാണ് നമുക്ക് ഇതുപോലെ ഫ്ലെയിം കറക്റ്റായിട്ട് കിട്ടാത്തത്. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ ബ്രഷ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോഴേക്ക് നമ്മൾ ആദ്യത്തെ ആ ഒരു സ്ക്രബ്ബറിനെ അപേക്ഷിച്ചിട്ട് നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. ആ ഹോൾസൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തുറന്ന് വന്നിട്ടുണ്ട്. ആ പൊടികളൊക്കെ ഒന്ന് മാറിയിട്ട് ഇനിയും നമുക്ക് ഇതിൽ പൊടിയൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പിന്ന് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതിയാകും. അപ്പം നമ്മൾ വാഷ് ചെയ്തിട്ട് പോകാത്ത എന്തെങ്കിലും അഴുക്കുകളോ പൊടികളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ പിന്ന് അതിലേക്കൂടെ ഒന്ന് കടത്തി വിടുമ്പോഴേക്കും അതൊക്കെ ഒന്ന് പോയി കിട്ടിക്കോളും. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ നമ്മൾ ആഴ്ചയിൽ 1 തവണയെങ്കിലും ബർണറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം. നമ്മുടെ ഗ്യാസൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ സേവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ ബാലൻസ് വന്നിട്ടുള്ളത് നമ്മുടെ ബാത്റൂം ക്ലീനിങ്ങിന് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ ബാത്റൂമിലൊക്കെയുള്ള ആ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ, നമുക്ക് ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയെ. നന്നായിട്ട് തന്നെ ഇതിൽ അഴുക്കൊക്കെ പോയിട്ട് നല്ലതുപോലെ തന്നെ ക്ലീനായി കിട്ടും. നമ്മൾ ആഴ്ചയിൽ 1 ദിവസമാണ് ഈ ഒരു ക്ലീനിങ്ങിനൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സൊല്യൂഷൻ ഒന്നും അങ്ങനെ വേസ്റ്റായി പോകില്ല. നമുക്കൊരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ബാലൻസ് വെച്ചിട്ട് നമുക്ക് അടുത്ത ക്ലീനിങ്ങിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ആ ഒരു ബാലൻസ് വെച്ചിട്ടാണ് ഈ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് എല്ലായിടും നന്നായിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വെള്ളം യൂസ് ചെയ്തിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അഴുക്കൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടുവേ. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് 2 യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഡെയിലി കിച്ചണിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു കത്തി ഉണ്ടല്ലോ, ഇതിൻ്റെ ഒന്ന്
ക്ലീൻ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ മീനും അതുപോലെ തന്നെ ഇറച്ചിയൊക്കെ മുറിച്ചിട്ട് നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന ആ ഒരു കത്തിയാണ്. ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് അഴുക്കും അതുപോലെ തന്നെ ആ ഒരു തുരുമ്പും ഒക്കെ പിടിക്കാനായിട്ട് നല്ല ചാൻസാണ് ഇങ്ങനത്തെ കത്തികൾക്ക്. അപ്പോൾ അതിൻ്റെ ആ ഒരു അഴുക്കൊക്കെ കളയാനായിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വാടി പോയിട്ടുള്ള ആ ഒരു ചെറുനാരങ്ങ ഉണ്ടല്ലോ, ആ ചെറുനാരങ്ങയിലേക്ക് ഉപ്പൊന്ന് മുക്കിക്കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു പിച്ചാത്തി ഒന്ന് ഉരച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അഴുക്കും ആ ഒരു കളറും ഒക്കെ പോയി ഒരു എണ്ണമെഴുക്കും ബാഡ് സ്മെല്ലും എല്ലാം മാറി നല്ല നീറ്റായിട്ട് കിട്ടുവേ. അപ്പോൾ ഇതുപോലുള്ള ചെറുനാരങ്ങയൊക്കെ എന്തായാലും നമ്മുടെ കയ്യിലുണ്ടാകും. നമ്മൾ വീട്ടിലൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ വാടിപ്പോകുന്ന ആ ഒരു ചെറുനാരങ്ങ വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്ലീനിങ് ടിപ്പാണിത്. അപ്പോൾ ഇത് കണ്ടില്ല, നമ്മളിങ്ങനെ ഉരച്ച് കഴുകുന്ന ആ ഒരു ടൈമിൽ തന്നെ ആ ഒരു നിറമൊക്കെ ഇങ്ങനെ ആ ഒരു ഉപ്പിലേക്ക് അങ്ങനെ നിറമൊക്കെ മാറി ഇറ്റി വീഴുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ കല്ലുപ്പാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുള്ളായിരിക്കും. നമ്മളിപ്പോൾ പൊടിയുപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്, എന്നാലും നല്ല എഫക്റ്റീവാണ്. ആ ഒരു ഉപ്പും നാരങ്ങയുടെ ഈ ഒരു പഴയ നാരങ്ങ തൊണ്ട് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ടിപ്പാണിത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകിയതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ ആ ഒരു എണ്ണമെഴുക്കും അതുപോലെ തന്നെ ആ ഒരു കറുത്ത ആ ഒരു കളറും ആ ഒരു ബാഡ് സ്മെല്ലും ഒക്കെ ഒന്ന് മാറി നല്ല നീറ്റായിട്ട് തന്നെ ഇരുന്നോളും. ഇതുമൊക്കെ നമ്മൾ ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ദിവസം കൂടിയിട്ടോ ഒക്കെ കിച്ചണിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ്. ഞാൻ ദാ ഇപ്പോൾ ഇതൊന്ന് കഴിയും കൂടി കാണിച്ചു തരാം. ഇത് നമ്മൾ നോർമലായിട്ടുള്ള പച്ചവെള്ളത്തിൽ കഴുകിയിട്ടുള്ള ഒരു പിച്ചാത്തിയാണ് കേട്ടോ. ചിലരതൊക്കെ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് കഴുകുന്നതൊക്കെ കാണാം. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പച്ചവെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നീറ്റായി കിട്ടിക്കോളും. അപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ ടിപ്പ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സെറാമിക്കിൻ്റെ കപ്പാണ്. ഇതിപ്പോൾ നമ്മൾ കട്ടൻ ചായയൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് എന്തായാലും കറുത്ത ഈ ഒരു കറ പോലുള്ള പാടുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഈ ഒരു കപ്പിൻ്റെ ഉള്ളിലും അതുപോലെ കറുത്ത പാടുകളൊക്കെ ഉണ്ട്. ഈ ഒരു പാടൊക്കെ ഒന്ന് മാറ്റി നല്ല ക്ലീൻ ആക്കി എടുക്കാനുള്ളൊരു ഈസി ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സെറാമിക്കിൻ്റെ ബൗളുകളിലും കപ്പിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണിത്. ഇതിനായിട്ട് നമുക്കിത് ഒരു ബൗളിലേക്ക് ഉപ്പാണ് ആദ്യമായിട്ട് വേണ്ടത്. 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പും ബേക്കിംഗ് സോഡയും വിനാഗിരിയൊക്കെ നമുക്ക് എപ്പോഴും ഇതുപോലുള്ള ക്ലീനിങ് ടിപ്സിന് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കിത് ചെറുനാരങ്ങയുടെ പകുതി പീസും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. വാടിയ ചെറുനാരങ്ങയാണ്. ഇതൊക്കെ നിങ്ങൾ വലിച്ചെറിഞ്ഞ് കളയുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്തോരം യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി ടിപ്സൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ചെറുനാരങ്ങ ഒന്നും കളയാതെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതായത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഉരച്ച് കഴുകണം കേട്ടോ. ആ ഒരു ലിക്വിഡോ സോപ്പോ ഒന്നും യൂസ് ചെയ്യേണ്ട. ഈ ഒരു ഉപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ചെറുനാരങ്ങയുടെ ഈ ഒരു പോർഷനും വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉരച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ എത്ര കട്ടി പിടിച്ചിട്ടുള്ള കറയാണെന്നുണ്ടെങ്കിലും അത് പോയി കിട്ടും. നല്ല തിളക്കമായിരിക്കും. നമ്മുടെ ഈ സെറാമിക്കിൻ്റെ കപ്പും ബൗളും ഒക്കെ നല്ലത് വെട്ടി തിളങ്ങുന്ന നമുക്ക് കാണാം. നല്ല റിസൾട്ട് കിട്ടുന്നൊരു ടിപ്പാണ്. അപ്പോൾ എന്തായാലും കപ്പൊക്കെ വീട്ടിൽ യൂസ് ചെയ്യുന്നവർ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇതിൽ ആ ഒരു കറയൊക്കെ മാറി നല്ലതായിട്ട് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചതുപോലെ എല്ലാ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ക്ലീനായി. ആ പാടുകളോ കറകളോ ഒന്നും തന്നെ ഇല്ല. നല്ലൊരു സ്മെല്ലുമാണ് ആ ഒരു ചെറുനാരങ്ങ വെച്ചിട്ടല്ല നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നല്ല യൂസ്ഫുള്ളാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് രാത്രിയൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത്. ഈ ഒരു ഹോളിലൂടെ നമുക്ക് പാറ്റ, പല്ലി അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് കയറി വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്നും ഉള്ളിലേക്ക് കയറി വരാതിരിക്കാനായിട്ട് സവാളയുടെ ഈ ഒരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സിങ്കിലേക്ക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നൊന്നും ഇതുപോലെ അങ്ങനെ ഉള്ളിലേക്ക് കയറി വരില്ല. നമ്മൾ എന്തായാലും കിച്ചണിലേക്ക് സവാളയൊക്കെ യൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ യൂസ് ചെയ്യാത്തൊരു പാത്രമാണ്. ഇതുപോലെ യൂസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. ഞാൻ ഇപ്പോൾ ഇതുപോലെ ഒരു അലുമിനിയത്തിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ സോപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുണ്ടോ അത്രത്തോളം എടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഏത് സോപ്പ് പൊടി വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഡെയിലി വീട്ടിൽ യൂസ് ചെയ്യുന്ന സോപ്പ് പൊടി തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. ഇഞ്ചി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു സൊല്യൂഷൻ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ഈ ഒരു ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇഞ്ചിയും സോപ്പ് പൊടിയും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീരുമാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ്. ഞാൻ ഇതിലേക്ക് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് എത്രത്തോളം ക്ലീനിങ്ങിനായിട്ട് ഈ സൊല്യൂഷൻ ആവശ്യമായിട്ടുണ്ടോ അത്രത്തോളം അളവിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം എടുക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട്
നമ്മൾ സോപ്പ് പൊടി, ഇഞ്ചി, അതുപോലെ തന്നെ നാരങ്ങ നീര്, വിനാഗിരി ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പതഞ്ഞ് വരുവേ. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ തയ്യാറായി കിട്ടിയിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഹോളിലേക്കുള്ള വാഷ് ബേസിൻ ഉണ്ടല്ലോ, അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ വീക്കിലേക്ക് ക്ലീൻ ചെയ്യുന്ന ഈ ഒരു ടൈമിൽ നന്നായിട്ട് തന്നെ അഴുക്കായിട്ടുണ്ടാകും നമ്മുടെ ഈ വാഷ് ബേസിനൊക്കെ. നമ്മൾ എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിരിക്കുമല്ലോ വാഷ് ബേസിനൊക്കെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടും. നല്ലൊരു സ്മെല്ലുമാണ്. ഇഞ്ചിയും അതുപോലെ തന്നെ നാരങ്ങ നീരൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും. നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെ ഫ്രഷ്നറായിട്ടോ റൂം ഫ്രഷ്നറായിട്ടോ അതുപോലെ തന്നെ വേറെ സ്മെല്ലിനായിട്ട് ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട. ഇത് വെച്ചിട്ട് തന്നെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ അഴുക്കൊക്കെ പോയി വൃത്തിയാകുകയും ചെയ്യും, നല്ലൊരു സ്മെല്ലും ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഉരച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഷ് ബേസിനും അതുപോലെ തന്നെ ആ ഒരു ടൈലും ഒക്കെ നന്നായിട്ട് തന്നെ അഴുക്കൊക്കെ പോയി ക്ലീനായി കിട്ടിക്കോളും. നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് കുറേ കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതിയാകും. നമുക്ക് ടൈം ഇല്ലാത്ത ഈ ഒരു സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് നീറ്റായി കിട്ടിക്കോളും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു വീക്ക്ലി ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറേ ടിപ്സൊക്കെയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത അടിപൊളി വീഡിയോയും വ്ളോഗ്സും ടിപ്സും എല്ലാം ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.